Hi, very good morning to all of you. ഇന്നിവിടെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഓപ്ഷണൽ പേപ്പറാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ ബികോം പല ഓപ്ഷണൽ പേപ്പറിൽ ബികോം ഉണ്ട്, ഫിനാൻസ്, കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെയുള്ള. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷണൽ പേപ്പറായിട്ട് എടുത്ത കുട്ടികൾക്കുള്ള 2 hours എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻസാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പറിൻ്റെ പേര് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇവിടെ ജാവ, അതുപോലെ തന്നെ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, C++ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഈ പേപ്പർ എടുക്കുന്നത് BCA ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സായിരിക്കും. അതായത് ഞാനൊരു കൊമേഴ്സ് ടീച്ചറാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്ത പേപ്പറാണ്. നമ്മൾ നല്ല ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഈ പേപ്പർ, ഈ പ്രോഗ്രാം, സിൻസ് ഇറ്റ് ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അത് BCA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ പേപ്പറാണത്. അപ്പോൾ അവരാണ് നമ്മൾ ബികോം ഡിപ്പാർട്ട്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തെടുത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പേപ്പറിലുള്ള അറിവ് എന്ന് പറയുന്നത് BCA ടീച്ചേഴ്സിനെ കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. എന്നിരുന്നാലും എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പേപ്പർ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് ചെയ്യേണ്ട എന്ന് കരുതിയതാണ്. ഒരു ഓപ്ഷണൽ പേപ്പറും ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ്. എന്നിരുന്നാലും നിങ്ങളെ റിക്വസ്റ്റ് കിട്ടിയിട്ട് അത് ചെയ്യാണ്ടിരിക്കുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ എക്സാമെല്ലാം മാറ്റി വെച്ചതൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള അപ്ഡേഷൻ, ഇന്ന് വന്ന നോട്ടിഫിക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നറിയാം. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റൊക്കെ ഓർത്ത് വെക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് OOP ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് OOP? OOPിൻ്റെ എക്സ്പാൻഡഡ് ഫോം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ്. സോ OOP ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ആൻ ഒബ്ജക്ട്സ്. As its name indicates, it is a programming language based on an object which contains data and code. ഡാറ്റയും കോഡുള്ള ഒബ്ജക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണിത്. ദെൻ വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ്? അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, രണ്ടാമത്തത് ഡാറ്റ എൻക്യാപ്സുലേഷൻ, ദെൻ ഡാറ്റ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ക്ലാസസ്, ഓബ്ജക്ട്സ് എക്സെട്ര ആർ ദ ഫീച്ചേഴ്സ് ഓഫ് OOP. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഓരോ ക്വസ്റ്റ്യനായിട്ട് താഴെ പറയാനുണ്ട്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. OOP എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഓരോ ഫീച്ചറും 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഫീച്ചർ ഞാൻ പറഞ്ഞത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്നാണ്. അപ്പോൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് വെർ ഓൺലി റെലവൻറ്റ് ഡാറ്റ ആർ ടേക്കൺ ആൻഡ് ഹൈഡ് അൺനെസസറി ഡീറ്റെയിൽസ് ഓഫ് ആൻ ഒബ്ജക്ട്സ് ഫ്രം ദ യൂസർ. അതായത് യൂസറിൽ നിന്നും, ആരാണോ അത് യൂസ് ചെയ്യുന്നത് അവരിൽ നിന്നും അൺനെസസറി ഡാറ്റാസൊക്കെ ഹൈഡ് ചെയ്തിട്ട് റെലവൻറ്റ് ഡാറ്റാസ് മാത്രം എടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഫീച്ചറായിട്ട് പറഞ്ഞത് ഡാറ്റ എൻക്യാപ്സുലേഷൻ ആണ്. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഓബ്ജക്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് ടുഗെദർ ഇൻ എ സിംഗിൾ എൻറ്റിറ്റി കോൾഡ് ക്ലാസസ്. അതായത് ഒബ്ജക്ട്സിനെയും ബിഹേവിയറിനെയും ഒരുമിച്ച് ഒരു സിംഗിൾ എൻറ്റിറ്റിയിലേക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, വൺ ക്ലാസ് ഇൻഹെറിറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി വേറൊരു ക്ലാസ് അതേപോലെ തന്നെ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. So it is a process of defining a new class based on an existing class by extending its common data members and methods. അതായത് ഒരു കോമൺ ഡാറ്റ മെമ്പേഴ്സ് ഓർ മെത്തേഡ്സ്, എക്സിസ്റ്റിംഗ് ക്ലാസ്സിൻ്റെ കോമൺ ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു പുതിയ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഫീച്ചറായി പറഞ്ഞത് പോളിമോർഫിസ് ആണ്. ആ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺസെപ്റ്റ് വേർ ആൻ ഒബ്ജക്റ്റ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഒരു ഒബ്ജക്റ്റ് പല സിറ്റുവേഷനിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു കൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. സിൻസ് ദ ഒബ്ജക്റ്റ് ടേക്സ് മൾട്ടിപ്പിൾ ഫോംസ്, അങ്ങനെ പല സിറ്റുവേഷനിൽ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒബ്ജക്റ്റ് മൾട്ടിപ്പിൾ ഫോംസിൽ ടേക്കൺ പ്ലേസ് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ഫോംസിൽ ടേക്കൺ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ പോളിമോർഫിസം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ പറഞ്ഞത് ക്ലാസ് ആണ്. സോ ക്ലാസ് means it acts as a blueprint for
ഫോർ ഓൾ ദ ഒബ്ജക്ട്സ്, എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ബ്ലൂ പ്രിൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഫീച്ചറാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഇൻക്ലൂഡ് ബോത്ത് വേരിയബിൾസ് ആൻഡ് ബിഹേവിയർ, വേരിയബിൾസ് ബിഹേവിയറും കൂടി കൂടിയതാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഡാറ്റ എൻക്യാപ്സുലേഷൻ. ഇറ്റ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബൈൻഡിങ് ഒബ്ജക്ട്സ് ആൻഡ് ബിഹേവിയർ ടുഗെദർ ഇൻ എ സിംഗിൾ എൻറ്റിറ്റി കോൾഡ് ക്ലാസ്സസ്. ദെൻ വാട്ട് ഈസ് പോളിമോർഫിസം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഫീച്ചറിൽ. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് വേർ ആൻ ഒബ്ജക്ട് ബിഹേവ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. പല സിറ്റുവേഷനിൽ പല രീതിയിൽ ഒബ്ജക്റ്റ് ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഇത് മൾട്ടിപ്പിൾ ഫോംസിൽ, സിൻസ് ദ ഒബ്ജക്ട് ടേക്സ് പ്ലേസ് ഇൻ മൾട്ടിപ്പിൾ ഫോംസ്, ഇറ്റ് ഈസ് കോൾഡ് പോളിമോർഫിസം. ദെൻ നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് OOP. OOPൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ CAD CM സോഫ്റ്റ്വെയറിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാ ബേസിന് ഉപയോഗിക്കുന്നുണ്ട്, റിയൽ ടൈം സിസ്റ്റം, ദെൻ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ like window, then simulation and modeling, then artificial intelligence and expert system, then client server. ഇതൊക്കെ ഈ പർപ്പസിനൊക്കെ OOPൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് 3 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡാറ്റ ടൈപ്സ് യൂസ്ഡ് ഇൻ ജാവയാണ്. ജാവയിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ് മെയിനായിട്ട് 2 രീതിയിലാണ് പറഞ്ഞത്, പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ലൈക്ക് ബൂളിയൻ, ചാർ, ബൈറ്റ്, ഇൻറ്റ്, INT, then long, float, FLOAT, then boolean already പറഞ്ഞു, BOOLEAN, then char, CHAR. ഇതാണ് പ്രിമിറ്റീവ്, അതായത് പണ്ട് മുതലേ ഉള്ളത്. ദെൻ നോൺ പ്രിമിറ്റീവിൽ വരുന്നത് ലൈക്ക് ക്ലാസസ്, ഇൻ്റർഫേസസ്, അറേസ്, ARRAYS, അറേസ്. ഇതാണ് ജാവയിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ആർ ജാവ ടോക്കൺസ്. ജാവ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് എ പ്രോഗ്രാം വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ കമ്പൈലർ. അതൊരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ എലമെൻ്റ് ആണ് കമ്പൈലർ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. നമ്മൾ പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ അതർ ലാംഗ്വേജസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കമ്പൈൽഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമാണ്. അപ്പോൾ ആ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് എ പ്രോഗ്രാമാണ് ജാവ ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാവ ടോക്കൺസിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് സെപ്പറേറ്റേഴ്സ്. Once again, it includes identifiers, keywords, literals, operators and separators. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടിയും കിട്ടുന്നുണ്ട്. വാട്ട് ഈസ് ആൻ ഐഡൻറ്റിഫയർ? ഞാനിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഓർത്തതാണ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജാവ ടോക്കൺ, ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ലൂപ്പിംഗ് ഇൻ ജാവ. അപ്പോൾ ലൂപ്പിംഗ് ഇൻ ജാവ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫീച്ചർ വിച്ച് ഹെൽപ്സ് ദ എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡ്ലി വൈൽ സം കണ്ടീഷൻസ് ഇവാലുവേറ്റ്സ് ടു ട്രൂ. അതായത് നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജാവേൻ്റെ ഒരു ഫീച്ചറാണ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഓർ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സർട്ടൻ കണ്ടീഷൻസ് അത് ഇവാലുവേറ്റ് ചെയ്തത് ട്രൂ ആയിരിക്കണം. ആ കണ്ടീഷൻസൊക്കെ ട്രൂ ആയാൽ മാത്രമേ ഇങ്ങനെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുള്ളൂ. അതാണ് ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ കൺസ്ട്രെയിൻസ് യൂസ്ഡ് ഇൻ SQL. SQL ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് അവിടെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോട്ട് നൾ, യുണീക്ക്, ചെക്ക്, CHECK, ചെക്ക്, ദെൻ പ്രൈമറി കീ, ഫോറിൻ കീ, ഡിഫോൾട്ട്, ഇൻഡെക്സ്. സോ ദീസ് ആർ ദ കൺസ്ട്രെയിൻസ് യൂസ്ഡ് ഇൻ SQL. ദെൻ നെക്സ്റ്റ് പറയാൻ തന്നെ അറിയാം, ബെനിഫിറ്റ്സ് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വേൾഡ് വൈഡ് വെബ്, WWW. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളൂ വാട്ട് ഈസ് ഇ-കോമേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്സ്. ഇ-കോമേഴ്സ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ്. അതാണ് ഇ-കോമേഴ്സ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടൈപ്സ് പല തരത്തിൽ ഇ-കോമേഴ്സ് ഉണ്ട്. B2C, C2B, B2B, C2C എന്ന് പറയുന്ന കസ്റ്റമർ ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്, കസ്റ്റമേഴ്സ് ടു എംപ്ലോയി, ഇങ്ങനെ പറയുന്ന പല ടൈപ്പ് ഇ-കോമേഴ്സ് ടൈപ്സ് ഉണ്ട്.
Then next, what is data inheritance? Data inheritance നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി വേറൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഡാറ്റ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ്, പുതിയ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതിൻ്റെ ബേസിൽ, എക്സിസ്റ്റിംഗ് ക്ലാസ്സിൻ്റെ കോമൺ ഡാറ്റ മെമ്പേഴ്സും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് പുതിയ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൻ്റെ ടൈപ്സ് ആണ്, അതിൻ്റെ ടൈപ്സിൽ വന്നിട്ടുള്ളത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി പാത്ത് ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, hybrid inheritance, etc. Then next what is JVM? JVM means its expanded form is Java virtual machine. JVM means Java virtual machine. So it is a machine which enables a computer to run Java programs as well as programs written in other languages. Java programs and then various languages programs convert Java readable form convert virtual machine JVM. JVM virtual machine enables the computer Java and JVM and expanded form Java virtual machine which enables a computer to run Java programs as well as programs written in other languages. The next last question, what are the different search engines? Google search engine, Yahoo, Bing, BING, then Baidu, BAIDU, then Excite, EXCITE, then Ask.com, then Yandex, YANDEX, Yandex. So these are the different search engines in order to capture the data from the internet. So these are the some of the important questions according to my experience for the students of computer application optional subject. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. നിങ്ങൾ റിക്വസ്റ്റ് വെച്ചിട്ട് ചെയ്തതാണ്. കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.